There are some people who want to live in harmony with nature. They do not want the fast-paced and artificial city life. But instead they create their own little natural microcosm, giving back to the planet more than what they take. We caught up with a couple from Kannur in Kerala who are living their dream, a dream of living naturally, away from the humdrum of the city. In a 34-acre piece of land, they have grown their own food forest. They live in a tiny house made of earth, which is powered with solar energy and biogas. Meet Hari and Asha, a couple who built this micro-paradise called Nanavu. പ്രകൃതി സൗഹൃദമായി അങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഞങ്ങൾ. കഴിഞ്ഞ ഒരു 10-25 വർഷമായി ഈ രീതിയിൽ ജീവിച്ചു പോകുന്നു. എത്രമാത്രം ഊർജം കുറച്ച് ജീവിക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ പ്രകൃതി സൗഹൃദമായി ജീവിക്കുക, യാതൊരുവിധ കടന്നാക്രമണം നടത്താതെ ഇടപെടലില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഈ പ്രകൃതിയിൽ മനുഷ്യന് മാത്രമായിട്ടൊരു ഇതില്ല എന്നും, അതേപോലെ തന്നെ ഒരു സ്പീഷീസ് മാത്രമായിട്ട് നിലനിൽക്കാനുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. Hari and Asha tied the knot in 2007. Hari is a former employee of the local water authority in Kannur, and Asha is part of a community that helps farmers practice natural farming. It was Asha's dream to live in a house made of mud inside a forest. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു കാടുണ്ടാക്കുക എന്നും കാടിന് നടുവിൽ പ്രതിക്കിണങ്ങിയ ഒരു ചെറിയ വീട് വെച്ച് ജീവിക്കുക എന്നതും. ഞാൻ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ എൻ്റെ പ്രൊഫസറായിരുന്നു ജോൺസി ജേക്കബ്. അദ്ദേഹം പറഞ്ഞു, വീടുണ്ടാക്കുന്നത് ഏറ്റവും പ്രകൃതിക്കിണങ്ങിയതായിരിക്കണം, മണ്ണിൻ്റെ വീട് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു വന്നിരുന്നു. അന്ന് മുതൽ ഒരു 80കളിൽ മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വീടുണ്ടാക്കണമെന്ന കാര്യം. കല്യാണം കഴിഞ്ഞ ശേഷം ഹരിയെ കൂടെ കിട്ടിയപ്പോഴാണ് എനിക്ക് എൻ്റെ സ്വപ്നം സബലീകരിക്കാൻ സാധിച്ചത്. The couple modeled the house on the low-cost housing construction techniques of Laurie Baker. മണ്ണ് ഏകദേശം ഒരു 2.5 അടി താഴെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഒരു വീട്ടിൻ്റെ തറക്ക് ആവശ്യമായ സ്ഥലത്ത് നിന്ന് ഒരു 2-3 അടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടിന് ആവശ്യമായ മണ്ണ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മണ്ണ് എടുത്ത് ചവിട്ടിക്കൂട്ടി ഒരു 5-6 പ്രാവശ്യം ചവിട്ടി കൂട്ടുകയും മറച്ചിട്ട് ചവിട്ടിക്കൂട്ടുകയും അത് എന്നിട്ടൊരു 10 ദിവസത്തോളം അത് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യും, ഒരു കൂന. അപ്പോൾ അതിൻ്റെ ചെതലിൻ്റെ മുട്ടയൊക്കെ നശിക്കാൻ വേണ്ടി ഒരു വലിയ മൺകൂനക്ക് ഒരു ചട്ടി എന്ന കണക്കിൽ കുമ്മായമല്ല, അത് കക്ക അപ്പോൾ തന്നെ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് വിരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചേർക്കുകയും അത് വീണ്ടും ഒന്ന് ചവിട്ടിക്കൂട്ടി ഈ 10 ദിവസം വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. 10 ദിവസത്തിന് ശേഷം അത് ചെറിയ ഉരുളയാക്കി മാറ്റുകയും ചുമര് വെച്ച് പോവുകയും ചെയ്യുന്നൊരു രീതിയാണ് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു 70-75 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു ടൈമിൽ അതിൻ്റെ ചുമര് ഉണ്ടാക്കുകയും അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. Mud walls in a house have amazing qualities. It has very good thermal properties. During the hot days, mud walls will keep the heat out, and during winters, the walls will keep the interiors of the house warm. Mud houses also breathe. This means they will absorb excess moisture during humid days. 9 വർഷമായി നമ്മൾ ഇവിടെ താമസിക്കുന്നു. ഒരു ഫാനോ മറ്റുള്ള കൂളറുകളോ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ തന്നെ നമ്മൾ ഈ ഊർജം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. The couple does not use more than 4 units of electricity in a month. This is less than what a middle-class household in a city will use in a day. 9 years ago, the couple spent ₹4 lakh to construct this house. Most of this
was labor cost. മണ്ണ് ഇവിടെ നിന്ന് എടുത്തു. അതേപോലെ ഈ മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു 10-20 വർഷമായിട്ട് ഉണ്ടാക്കി കേട്ടപ്പോൾ മരങ്ങൾ, തെങ്ങ്, ഇതൊക്കെ കുറേ മുമ്പേ ഉള്ള നല്ല തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ തടിമരങ്ങളൊക്കെ ഈ പറമ്പിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. Locally made terracotta tiles were used on the floor and the roof, and clay-based pigments called ochre were used as paint. The couple did not just stop at building a house from natural materials. They draw their power from a 1.15 kilowatt rooftop solar system and use biogas to serve their energy requirement. ഈ സാധാരണഗതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന വൈദ്യുതി എന്നുവെച്ചാൽ ഹൈഡ്രോ പ്രോജക്റ്റ്, ആണവ വൈദ്യുതി ആയാലും അത് ഭയങ്കരമായ ദോഷങ്ങൾ ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ്. അണകെട്ടി സംഭവം ഉണ്ടാക്കുക, അതേപോലെ അണുവിസ്ഫോടനം നടത്തി വൈദ്യുതി ഉണ്ടാക്കുക ഒക്കെ പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. അപ്പോൾ അതേപോലെയാണ് എനർജി, നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം, വെളിച്ചം, ഇത് ഒക്കെ നമ്മളിനെ സ്വന്തമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള നിലയിലാണ് സോളാർ എനർജി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും, ലാപ്ടോപ്പ് മുതൽ ക്യാമറ, TV, മറ്റു മിക്സി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ചുകൊണ്ട് പൂർണ്ണമായും മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ ആ ഊർജ്ജങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. Their energy frugality can be gauged by the fact that the house does not have a refrigerator. Instead, food is preserved using an earthen container built into the floor of the kitchen. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്വാഭാവിക കൂളറാണ്. ഒരു ഫ്രിഡ്ജിൻ്റെ കുറച്ച് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കാര്യം. ഇതിന് ചുറ്റുമൊരു ഇഷ്ടികേൻ്റെ ഒരു ലെയർ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ പൂഴി നിറച്ചിട്ടുണ്ട്. നടുക്കൊരു വലിയ മൺപാത്രമാണ്. ഇതിൽ ഈ പൂഴി നനയ്ക്കുമ്പോൾ ആ നനവ് ഉള്ളിലേക്ക് കയറിയിട്ട് നല്ലൊരു തണുപ്പ് അകത്തുണ്ടാകും. ഇതിനകത്ത് ഏകദേശം 10 ഡിഗ്രി വരെ താപനില നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സാധനം കേടുകൂടാതെ നിൽക്കും എന്ന് മാത്രമല്ല അതിൻ്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടുകയും ചെയ്യില്ല. ഇതിൽ മണ്ണിൻ്റെ ഈർപ്പം എപ്പോഴും നമ്മൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഈർപ്പമില്ലെങ്കിൽ തണുപ്പുണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ നോക്കിയിട്ട് മണ്ണ് ഡ്രൈ ആകുമ്പോഴൊക്കെ നനച്ചു കൊടുക്കണം. All organic waste, including fecal waste in Nanavur, is converted into biogas, which is used for cooking. ഞങ്ങൾക്ക് ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്നുള്ള എനർജിയാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞങ്ങൾ മനുഷ്യ വിസർജ്യം കൂടി ചേർക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഈ വിസർജ്യം ടാങ്കിലെത്തിയിട്ട് അത് ബയോഗ്യാസ് ആകുമ്പോൾ ആ ഗ്യാസ് കത്തിക്കാൻ കിട്ടുന്നതോടൊപ്പം ബാക്കി വരുന്ന വേസ്റ്റിൽ എല്ലാ മൂലകങ്ങളും ഉണ്ടാകും. ആ മൂലകം നമുക്ക് മണ്ണിൽ കൊടുത്താൽ നല്ല വളമായി തീരുന്നുണ്ട്. ഏറ്റവും നല്ല മൂലകങ്ങൾ കിട്ടുന്ന ഒരു വളമാണ് ഇതിൻ്റെ സ്ലറി. The couple follows the Gandhian principles of being self-sufficient. They emulate his principles by growing their own food. For this, they have created a natural food forest. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ കാടിനെയാണ് നോക്കേണ്ടത്. ഒരു കാട്ടിലൊരു ചെടി വളരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ ആരും വെള്ളം ഒഴിക്കുന്നില്ല, വളമിടുന്നില്ല. അത് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ആ ചെടി വളരുകയും അതിൽ കായ്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കായുടെ രുചിയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ബാലൻസ്ഡായ ഒരു പഴമായതുകൊണ്ട് നമുക്ക് ഏറ്റവും രുചിയുള്ള സംഭവം കൂടി ആയിരിക്കും അത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് പ്രകൃതിയിൽ ഏറ്റവും കുറച്ച് ഇടപെടലുകൾ മാത്രം നടത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ്. വളപ്രയോഗം എന്ന് തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. അത്യാവശ്യം വേണ്ടി മാത്രം വളരെ ചെറിയ അളവിൽ മാത്രം പശുവിൻ്റെ ചാണകവും, പശുവിനെ വളർത്തുന്നുണ്ട് ഞങ്ങൾ, പശുവിൻ്റെ ചാണകവും അതുപോലെ ബയോഗ്യാസിൻ്റെ സ്ലറിയും ഒക്കെയാണ് ഇതിന് ഒഴിക്കുന്നത്. വളപ്രയോഗം എന്നത് ഇല്ലാതെ എന്ന് തന്നെ പറയാം. സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളിവിടെ പ്രകൃതിക്കിണങ്ങിയ ഒരു വീടും ഒരു കൊച്ചു കാടും അതുപോലെ ജൈവകൃഷിയുമൊക്കെയായി ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആനന്ദം നിറഞ്ഞ ജീവിതമാണ് ഇപ്പോഴുള്ളത്. മനുഷ്യന് ഈ ആർത്തി, പണത്തോടും സ്ഥാനമാനങ്ങളോടും ആർത്തി കൂടുമ്പോഴാണ് അവന് മനുഷ്യനല്ലാതായി മാറുകയാണ്. വെച്ചാൽ കൂടുതൽ നേടണം, സ്ഥാനം നേടണം, പണം നേടണം, മറ്റേതാണ് വലിയ ബംഗ്ലാവ്, കാറ്, പിന്നെ അത് ഇത് നേടുക,
അങ്ങനെ ഒരു ജീവിതത്തിൽ പായം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ആരോഗ്യവും പോവും, ജീവിതത്തിൽ സന്തോഷവും പോവും. എങ്ങനെയെല്ലാം കൂടി ജീവിച്ചിട്ട് അവസാനം കുറേ അസുഖവും ഒക്കെ ആയിട്ട് വലിയ പൈസ മുഴുവൻ അങ്ങ് ചിലവഴിച്ചിട്ട് അങ്ങനെ ചത്തു പോകുന്ന ജീവിതങ്ങൾ എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ എല്ലാ നിമിഷവും ജീവിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പാഴാക്കി പോകുന്നില്ല. ഒരു കുരുവിയുടെ പാട്ട് കേൾക്കുക, ഇവിടെ കുളിക്കുന്ന ഒരു പക്ഷിയെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ പറക്കൽ നോക്കിയിരിക്കുക, അങ്ങനെയാണ് നോക്കുമ്പോൾ നമുക്ക് സ്വർഗീയമായ ജീവിതം നമുക്ക് ഇവിടെ ഉള്ളത്. എല്ലാ മനുഷ്യരും ഇതിലേക്ക് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എല്ലാവരുടെ ജീവിതവും ഭൂമി തന്നെ സ്വർഗമായി മാറും.